ഹായ് ഫ്രണ്ട്സ്, പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ നെക്സ്റ്റ് വീക്ക് പ്രൊമോ വന്നിട്ടുണ്ട്. അതൊരു അടിപൊളി പ്രൊമോ തന്നെയാട്ടോ. അങ്ങനെ മുത്തശ്ശി വിളിച്ചത് പ്രകാരം വിക്രം താല്പര്യമില്ലെങ്കിലും അങ്ങോട്ട് വരികയാണ്. അങ്ങനെ അതിലൊന്നും പങ്കെടുക്കാതെ മാറി നിൽക്ക. രാവിലെ കുളിച്ച് വേദ രാമന്റെ സീതയുടെയും ആ വിഗ്രഹം പൂജിക്കാൻ തുടങ്ങുമ്പോ വിക്രത്തിനോടും അടുത്തേക്ക് ചെന്ന് നിൽക്കാൻ പറയാ. എന്നിട്ട് ഒരുമിച്ച് ആരതി ഒഴിഞ്ഞ് പൂജ നടത്താൻ വേണ്ടി പറയണേ. അത് കേൾക്കുമ്പോ തന്നെ വിക്രമിന് താല്പര്യമില്ല. നന്ദിനി ഇത് നടന്നു തന്നെ എന്ന് വിചാരിച്ചു നിൽക്കും. എന്നാ വിക്രം അച്ഛമ്മ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കോട്ട് നിൽക്കില്ലല്ലോ. വേദയുടെ അടുത്തേക്ക് വന്ന് വേദയുടെ കൈ പിടിക്കാണ്. ഈ സമയം അവർ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട്. രണ്ടുപേർക്കും അറിയാതെ ഉള്ളിലൊരു പ്രണയം അവിടെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വേദയുടെ കൈ പിടിച്ച് വിക്രം അവിടെ പൂജ നടത്തുക. ഇത് കാണുമ്പോ നന്ദിനിക്ക് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ആ ദിവസം ആ വീട്ടിലെ പൂജ കഴിഞ്ഞു. ഇനി അടുത്തത് വേദയുടെ വീട്ടിൽ ചെന്നിട്ടാണ് രണ്ടാമത്തെ ദിവസം പൂജ നടത്തേണ്ടത്. അതിന് അച്ഛമ്മ പറഞ്ഞതുപോലെ തന്നെ വേദയുടെ മുത്തശ്ശിയും അമ്മയും അവിടെ എത്തിയിട്ടുണ്ട്. ഇവരെ കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് വേദയും കമലയും അച്ഛമ്മയൊക്കെ ഇവരെ പോയി സ്വീകരിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അങ്ങനെ അന്നത്തെ ദിവസം അവിടെയും പൂജ നടക്കുന്നുണ്ട്. വിക്രമും വേദയും അവിടെയും ഒരുമിച്ചാണ് കേട്ടോ പൂജ ചെയ്യുന്നത്. അപ്പോഴും അവര് കൈകൾ തമ്മിൽ ഇങ്ങനെ പിടിക്കാന്നല്ല, പൂജ ചെയ്യുമ്പോ കൈകൾ തട്ടുമ്പോ അവർ രണ്ടുപേരും കണ്ണിലേക്ക് നോക്കുന്നുണ്ട്. ഇത് നന്ദിനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവിടെ അച്ഛമ്മയും മുത്തശ്ശിയും വേദയുടെയും വിക്രമിന്റെയും രണ്ടുപേരുടെ അമ്മമാരും എല്ലാവരും ഉണ്ട്. എന്നാ മാഷിന് ഇതില് ഇപ്പോഴും ഒരു സന്തോഷം വന്നിട്ടില്ല. ശേഷം പിന്നീട് എല്ലാവരെയും വരണം എന്നാണ് മുത്തശ്ശി പറയുന്നത്. അങ്ങനെ വേദയുടെ അമ്മയും മുത്തശ്ശിയും കൂടെ എല്ലാവരെയും കൂടെ പോയി ക്ഷണിച്ചുകൊണ്ട് വരിക. ഇവരോടെ എത്തുമ്പോഴേക്കും രണ്ടുപേരും വിളക്കും ആരതി ഒഴിയാനുള്ളതൊക്കെ ആയിട്ട് പുറത്തേക്ക് വരും. ശങ്കരനെയും പറഞ്ഞ് മുത്തശ്ശി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ദീപ്തിയും ശങ്കരനും ശ്രീകാന്തും ഒക്കെ വരുന്നുണ്ട്. അച്ഛമ്മ വന്ന് ആരതി ഒഴിയും. വേദയ്ക്ക് വിളക്ക് കൊടുക്കുന്നത് അമ്മ തന്നെയാണ്. വിളക്ക് വാങ്ങിക്കുന്നതിന് മുന്നേ മുത്തശ്ശി പറയും, ഒരു ചടങ്ങൂടെ ഉണ്ട്. ശ്രീകാന്തെ, നിന്റെ അളിയന്റെ കാല് നീയാണ് കഴുകി കൊടുക്കേണ്ടത്. ഇത് കേൾക്കുമ്പോ തന്നെ ശ്രീകാന്തിനങ്ങ് ദേഷ്യം വരും. എന്നാ ആചാരം പിന്നെ മുത്തശ്ശിയും അച്ഛനൊക്കെ നിൽക്കല്ലേ, എതിർക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വിക്രത്തിന്റെ കാല് ശ്രീകാന്ത് കഴുകി കൊടുക്കുക. ഈ സമയം വിക്രം ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, വേദയെ നോക്കുന്നുണ്ട്. വേദയ്ക്കും വിക്രമിന് സന്തോഷം. പിന്നെ നിലവിളക്ക് വാങ്ങി വലതുകാല് വെച്ച് വേദ വിക്രമിനോടൊപ്പം അവരുടെ വീട്ടിലേക്ക് കയറാണ്. പിന്നെ പൂജാ റൂമിൽ ചെന്ന് അവിടെയും ഇതുപോലെ പരസ്പരം അടുത്തേക്ക് നിന്ന് വിളക്ക് വെച്ച് സീതാരാമ വിഗ്രഹവും അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അവര് രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട്. അവരുടെ ഉള്ളില് ഭയങ്കര സന്തോഷാണ്. പിന്നീട് എല്ലാവരും കൂടെ ഇങ്ങനെ നിന്ന് സംസാരിക്കുക ഹാളില്. വേദ കുഞ്ഞിനെ കണ്ടിട്ടില്ലല്ലോ. അന്ന് ഹോസ്പിറ്റലിൽ കാണാൻ വന്നപ്പോ ശ്രീകാന്ത് സമ്മതിച്ചില്ല. ഇപ്പൊ കുട്ടിയെ എടുത്ത് ഇങ്ങനെ താരാട്ട് പാട്ടുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കളിപ്പിക്കുന്നതൊക്കെ ഇങ്ങനെ വിക്രം ആസ്വദിക്കുകയാണ്. ശേഷം പിന്നീട് അവിടെ നന്ദിനിയും അതുപോലെ ശ്രീജയൊക്കെ ഉണ്ടല്ലോ. ശ്രീജയടുത്ത് അവിടെ കാണുന്ന വലിയ വീടാണല്ലോ, ഒരുപാട് വിലപിടിപ്പുള്ളതും പൊട്ടുന്നതായിട്ടുള്ള സാധനമുണ്ട്. പാവം എന്തോന്നിന്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് അത് നോക്കി നിൽക്കുമ്പോ നന്ദിനി ഒച്ച ഉണ്ടാക്കി പേടിപ്പിക്കണേ. അതില് ആ സാധനം കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോവും. അതിലെ വർഷം ഒന്ന് നന്നായിട്ട് വഴക്ക് പറയണേ എല്ലാവരുടെയും മുന്നിൽ വെച്ച്. പിന്നീട് കാണിക്കുന്നത് നന്ദിനിയും വർഷയും കൂടെ ചേർന്ന് ഒരു പ്ലാൻ ഒപ്പിക്കണേ. അതായത് ഒരു വള, അതായത് വർഷയുടെ ഒരു വള എടുത്തിട്ട് നന്ദിനിയോട് അത് ശ്രീജയുടെ ബാഗിലോ മറ്റോ കൊണ്ടുവെക്കാൻ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അതോ ഇനി ആരുടെയോ ബാഗില്, അത് ആരുടെ ബാഗിലാ വെക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെ എല്ലാരും നിൽക്കുമ്പോ വർഷം വന്നിട്ട് പറയും, എന്റെ ആഭരണങ്ങളില് 4 വള കാണുന്നില്ല. ഇവരുടെ കൂടെ വന്ന ആ ശ്രീജ എന്ന് പറയുന്ന സ്ത്രീ റൂമിൽ കയറി ഒരു ലൈറ്റ് പൊട്ടിച്ചു. അപ്പൊ എനിക്ക് സംശയം തോന്നി നോക്കിയതാ, അപ്പോഴാ അറിഞ്ഞത് എന്ന് പറഞ്ഞ് ആകെ ബഹളം. അങ്ങനെ ഇവരെയൊക്കെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുമ്പോ വിക്രത്തിന് അങ്ങ് ദേഷ്യം വരും. അച്ഛമ്മ സീതാരാമ വിഗ്രഹം കുടുംബത്തിലെ പൂജ സെന്റിമെന്റ്സ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇവിടെ എത്തിച്ചത്. ഇപ്പൊ വീട്ടുകാരെ മുഴുവൻ സംശയത്തിന്റെ മുന്നിൽ നിർത്തിയപ്പോ അച്ഛമ്മയ്ക്ക് സമാധാനമായല്ലോ എന്ന് വിക്രം പറയാ. ശേഷം ശ്രീകാന്ത് മോശമായി എന്തോ പറയുമ്പോ വിക്രത്തിന് കേട്ട് നിൽക്കാൻ പറ്റുന്നില്ല. വിക്രം നേരെ ശ്രീകാന്തിന്റെ കോളറിൽ കയറി പിടിക്കും. അത് കാണുമ്പോ അവിടെ എല്ലാവരും ഷോക്കാവണേ. ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അപ്പോ ആ സത്യം, അതായത് വള എടുത്തത് ആരാണെന്ന്, ആ ചതിയുടെ പിന്നില് ആരാ പ്രവർത്തിച്ചതെന്നൊക്കെ വേദയാണോ ഇനി മുത്തശ്ശിയാണോ അതോ ശങ്കരൻ തന്നെയാണോ കണ്ടുപിടിക്കുന്നതെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് അതിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം. എന്തായാലും വേദയും വിക്രമും തമ്മിലുള്ള കുറച്ച് നല്ല മുഹൂർത്തങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ കാണാനായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ. അപ്പൊ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കമന്റ്സ് രേഖപ്പെടുത്തുക. താങ്ക്